2026 മാർച്ച് 19 വ്യാഴാഴ്ച. ഇന്നിപ്പോ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ 20-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് ഫീൽഡ് ആയിട്ടുള്ള സൗത്ത് ഫാഴ്സിന് നേർക്ക് ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണമായിരുന്നു. അത് മേഖലാ രാജ്യങ്ങൾ പോലും വിമർശിക്കാനിടയാക്കിയിട്ടുണ്ട്. ഖത്തറും ഇപ്പോൾ UAE-യും എനർജി ഫെസിലിറ്റികൾ ടാർഗറ്റ് ചെയ്യുന്നതിനെതിരെ സ്റ്റേറ്റ്മെന്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് നിരുത്തരവാദപരമായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് UAE-യും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്നലെ ഖത്തർ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട എനർജി ഫെസിലിറ്റികൾ ആക്രമിക്കുന്നത്, തകർക്കുന്നത് ലോകത്തിന്റെ എനർജി ഫ്ലോയെ ബാധിക്കും, രാജ്യങ്ങളുടെ സുസ്ഥിരതയെ ബാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകരുത്, ഡി എസ്കലേഷൻ വേണം എന്ന് മേഖലാ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ സൗത്ത് പാഴ്സിന് നേർക്ക് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വലിയ രീതിയിലുള്ള പ്രകോപനത്തിലാണ്. GCC രാജ്യങ്ങളുടേതടക്കം ഓയിൽ ഫെസിലിറ്റികൾക്ക് നേരെ, എനർജി ഫെസിലിറ്റികൾക്ക് നേരെ റിട്ടാലിയേറ്ററി നടപടി ഉണ്ടാകും എന്നുള്ളൊരു ഭീഷണി ഇന്നലെ തന്നെ ഇറാൻ മുഴക്കിയിരുന്നു. അത്തരത്തിൽ ചില സംഭവങ്ങൾ പല മേഖലാ രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബുദാബിയിലെ ബാഫ് ഫീൽഡിലെ ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റിക്ക് അടുത്തായിട്ട് ഒരു മിസൈൽ ഇന്റർസെപ്ഷൻ സംഭവം ഉണ്ടായിട്ടുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ താഴെ വീണു, ആർക്കും പരിക്കില്ല, ഫെസിലിറ്റിക്കും കേടുപാടുകളില്ല എന്നാണ് വിവരം നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷെ ഖത്തറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ദോഹയ്ക്ക് ഏകദേശം ഒരു 70 കിലോമീറ്റർ വടക്കായിട്ട് റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതിന് പിന്നാലെ പല LNG ഫെസിലിറ്റികൾക്ക് അഗ്നിബാധ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് ഖത്തർ എനർജിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട്. ഖത്തർ എനർജി അറിയിക്കുന്നതനുസരിച്ച് പേൾ GTL ഫെസിലിറ്റിക്ക് കാര്യമായിട്ടുള്ള കേടുപാടുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, സൗദി അറേബ്യയിലെ റിയാദ് കേന്ദ്രമാക്കിയും ചില ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. 2 വലിയ ശബ്ദം റിയാദിൽ കേട്ടതായി അസോസിയേറ്റഡ് പ്രസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഖത്തർ ഫോറിൻ മിനിസ്ട്രി റാസ് ലഫാൻ കേന്ദ്രത്തിന് നേരെയുള്ള ഇറാനിയൻ ആക്രമണത്തിലൂടെ അവർ റെഡ് ലൈൻ ഭേദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. മേഖല അടിയന്തരമായി ഡി എസ്കലേഷനിലേക്ക് പോകണം എന്ന് ഖത്തർ ഫോറിൻ മിനിസ്ട്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇറാന്റെ മിലിറ്ററി സെക്യൂരിറ്റി അറ്റാഷയെ പുറത്താക്കുന്ന നടപടിയും ഖത്തർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്തിലെ ഒരു പോസ്റ്റും വളരെ കാര്യമായി എടുത്തു പറയണം. ഇന്നലെ ഈ ഇറാനിലെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു വിമർശനം ഖത്തർ ഉന്നയിച്ചത് നമ്മൾ വാർത്തയായിട്ട് നൽകിയിരുന്നതാണ്. അപ്പോൾ അതിന് പിന്നാലെ UAE ഇപ്പൊ എനർജി ഫെസിലിറ്റികൾ ആക്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മേഖലാ രാജ്യങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ട്രൂത്തിലൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ സൗത്ത് പാഴ്സിലെ ഓയിൽ ഫെസിലിറ്റികൾക്ക് നേരെ ഇനി ഇസ്രയേൽ ഒരു ആക്രമണം നടത്തില്ല. ഇന്നലെ നടന്ന ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അമേരിക്കയുടെ അറിവില്ലാതെയാണ് ഇസ്രയേൽ സേന പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണം നടത്തിയത്. ഇനി അമേരിക്ക അത്തരത്തിലുള്ള ഒരു ആക്രമണത്തെ പിന്തുണയ്ക്കില്ല. പക്ഷേ ഇറാൻ ഖത്തറിനെതിരെ വീണ്ടും ആക്രമണം നടത്തിയാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല, സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് കത്തിച്ചു കളയും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ട്രൂത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള കൈകഴുകലാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. എന്തായാലും മേഖലാ രാജ്യങ്ങളടക്കം കരുതലോടെയാണ് ഇറാനിയൻ പ്രത്യാക്രമണങ്ങളെ ഇപ്പോ നേരിടുന്നത്. ഇതിനിടെ UAE-യുടെ മിനിസ്ട്രി ഓഫ് എക്കണോമി ആൻഡ് ടൂറിസം പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്, അബുദാബിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അടക്കം നിക്ഷേപങ്ങൾക്ക് പിൻവലിക്കുന്നതിന് അല്ലെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന തരത്തിലൊരു ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അത് ശരിയല്ല. എക്കണോമിക് ഓപ്പൺനെസ്സും നിക്ഷേപങ്ങളുടെ ഫ്രീ ഫ്ലോയുമാണ് എന്നും UAE ഉറപ്പ് നൽകുന്നത്. അത് തീർച്ചയായിട്ടും UAE-യിലുണ്ട്. ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ള ഒരു കാര്യം മിനിസ്ട്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും മാർച്ച് 19 ഇന്നിപ്പോ 20-ാം ദിവസത്തിലേക്കാണ് ഈ സംഘർഷം കടന്നിരിക്കുന്നത്. ലോകമൊട്ടാകെ അതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ ഏറ്റുവാങ്ങുകയുമാണ്.